SSLC ഫിസിക്സിലെ പ്രധാനപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ നോക്കിയാലോ. ക്വസ്റ്റ്യൻ ഇതാണ്: an electric heater produce 4,50,000 joule of heat energy when operated for 5 minutes. What would be the power of this heater? So ഒരു ഹീറ്റർ ഉണ്ടാക്കുന്ന ഹീറ്റ് എനർജി എന്ന് പറയുന്നത് 4,50,000 ജൂൾ ആണ്. 5 മിനിറ്റ് നേരത്തേക്കാണ് ഈ ഹീറ്റർ പ്രവർത്തിപ്പിക്കുന്നതെങ്കിൽ നമ്മളോട് കണ്ടുപിടിക്കാൻ പറഞ്ഞു പവർ. നമുക്കറിയാം പവർ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്ന് പറയുന്നത് അത് എനർജി ഡിവൈഡഡ് ബൈ ടൈം ആണ്. ഇവിടെ ഏത് എനർജിയായി ഹീറ്റർ ഉണ്ടാക്കുന്നത്? ഹീറ്റ് എനർജിയാണ്. സോ നമുക്ക് എഴുതാം ഹീറ്റ് എനർജി ഡിവൈഡഡ് ബൈ ടൈം. സോ ഹീറ്റ് എനർജി ഡിവൈഡഡ് ബൈ ടൈം എടുത്തു കഴിഞ്ഞാൽ നമുക്ക് പവർ കണ്ടുപിടിക്കാം. ഹീറ്റ് എനർജി തന്നു 4,50,000 ആണ്. 4,50,000 ഡിവൈഡഡ് ബൈ ടൈം. ടൈം എന്ന് പറയുന്നത് മിനിറ്റിലാണ് തന്നത്. മിനിറ്റിനെ നമ്മൾ സെക്കൻഡിലേക്ക് മാറ്റണം. 5 മിനിറ്റ് എന്ന് പറയുന്നത് 5 × 60 300 സെക്കൻഡ് ആണ്. സോ നമ്മൾ അതും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. 4,50,000 ഡിവൈഡഡ് ബൈ 300. മുകളില് 2 പൂജ്യവും താഴത്തെ 2 പൂജ്യവും നമ്മൾ ക്യാൻസൽ ചെയ്തു. ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടും 4,500 ഡിവൈഡഡ് ബൈ 3 ദാറ്റ് ഈസ് ഈക്വൽ ടു 1,500 ജൂൾ. 1,500 ജൂളിനെ നമുക്ക് വേണമെങ്കിൽ കിലോ ജൂളിലേക്ക് മാറ്റാം. 1,500 നമ്മൾ 1000 കൊണ്ട് 1000 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ നമുക്ക് 1.5 കിട്ടും. ദാറ്റ് ഈസ് 1.5 കിലോ ജൂൾ. ബൈ.